ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജന്മന അന്ധനായ മനുഷ്യനെ സുഖപ്പെടുത്തുന്ന സുവിശേഷമാണ് നാം ഇന്ന് വായിച്ച് കേൾക്കുന്നത്. കേവലം കാഴ്ചശക്തി നൽകുന്നതിനേക്കാളുപരി ഇത് ലോകത്തിൻ്റെ രക്ഷയെക്കുറിച്ചും അത് സാധ്യമാകുന്നത് എങ്ങനെയെന്നുമാണ് സംസാരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷം മാമോദീസ എന്ന കൂദാശയെപ്പറ്റിയും ഉത്ഭവപാപത്തെപ്പറ്റിയും മനസ്സിലാക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ സുവിശേഷ ഭാഗം കൂടിയാണ്. ശിഷ്യന്മാരുടെ ഒരു ചോദ്യത്തോടു കൂടിയാണ് സുവിശേഷം ആരംഭിക്കുന്നത്. ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? നാം എല്ലാവരും ജനിച്ചിരിക്കുന്നത് ഉത്ഭവഭാവത്തോടു കൂടിയാണ്, അതായത് ഒരാത്മീയ അന്ധതയോടു കൂടിയാണ്. നമ്മുടെ ഉത്ഭവഭാവത്തിൻ്റെ കാരണം നാമോ നമ്മുടെ മാതാപിതാക്കളോ അല്ല, ആദത്തിൻ്റെയും ഹവ്വയുടെയും ഫലമാണത്. അതിനാൽ ഇത് വ്യക്തിപരമായി നമ്മൾ കുറ്റക്കാരാകുന്ന നമ്മുടെ യഥാർത്ഥ പാപമല്ല. അന്ധത എന്നത് കാഴ്ചയുടെ അഭാവം എന്നതുപോലെ ഉത്ഭവഭാവം എന്നത് മനുഷ്യൻ്റെ പതനത്തിന് മുമ്പ് വരെ ദൈവവുമായുള്ള സമ്പൂർണ്ണ കൂട്ടായ്മയിൽ അവനുണ്ടായിരുന്ന ഉത്ഭവ വിശുദ്ധിയുടെയും നീതിയുടെയും കൃപയുടെയും അഭാവമാണ്. യേശു ഈ അന്ധനായ മനുഷ്യനെ സുഖപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക. അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. കേവലം ഒരു വാക്കിലൂടെ മാത്രം യേശുവിന് ആ മനുഷ്യനെ സൗഖ്യമാക്കാമായിരുന്നു. എങ്കിലും അവിടുന്ന് ദൃശ്യമായ ഒരു പ്രവൃത്തിയിലൂടെയാണ് അത് ചെയ്യുന്നത്. സഭയുടെ കൂദാശ ജീവിതത്തെ ഈ പ്രവൃത്തി മുൻകൂട്ടി കാണിക്കുകയാണ്. അദൃശ്യമായ കൃപ നൽകുന്നതിനായി ദൈവം ദൃശ്യമായ ഭൗതിക അടയാളങ്ങൾ ഉപയോഗിക്കുന്നു. അതായത് അദൃശ്യമായ ദൈവപര പ്രസാദം നൽകുന്ന ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. ഇനി ഇവിടെ ചെയ്തത് നോക്കിയാൽ സ്വാഭാവികമായും ചോദിച്ചു പോകും, എന്തുകൊണ്ടാണ് ഈ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയതെന്ന്? കാരണം യഹൂദ പാരമ്പര്യമനുസരിച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം തൻ്റെ തുപ്പൽ കൊണ്ട് മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നാണ്. അതുകൊണ്ട് യേശു ഇവിടെ യഥാർത്ഥത്തിൽ ഒരു പുതിയ സൃഷ്ടികർമ്മത്തിന് തുടക്കം കുറിക്കുകയാണ്. അതുവഴി താൻ ദൈവമാണെന്നുള്ള വെളിപ്പെടുത്തൽ കൂടി നടത്തുകയാണ്. ആകാശവും ഭൂമിയും അതിലെ സർവ്വചരാചരങ്ങളും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ് താനെന്ന് വെളിപ്പെടുത്തുന്നു. അതെ, ക്രിസ്തു ദൈവപുത്രനാണ്. അവിടുന്ന് വന്നത് നമ്മെ നവസൃഷ്ടിയാക്കാനാണ്. മാമോദീസയിൽ നമുക്ക് സംഭവിക്കുന്നതും അതാണല്ലോ. മാമോദീസ എന്ന കൂദാശ ക്രിസ്തുവിൽ നമ്മെ നവസൃഷ്ടിയായി ദൈവമക്കളായി രൂപാന്തരപ്പെടുത്തുന്നു. അതിലൂടെ ഭൗമിക വസ്തുക്കളെയല്ല, സ്വർഗീയ യാഥാർത്ഥ്യങ്ങളെ കാണാനുള്ള കാഴ്ചയാണ് നമുക്ക് ദാനമായി ലഭിക്കുന്നത്. എഫേസോസുകാർക്കുള്ള ലേഖനത്തിൽ ഇപ്രകാരം വായിക്കും, ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. ഇനി കണ്ണുകളിൽ ചെളി പുരട്ടിയതിനു ശേഷം സീലോഹ കുളത്തിൽ പോയി കഴുകാനാണ് ആവശ്യപ്പെടുന്നത്. സീലോഹ എന്ന പദത്തിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണെന്ന് സുവിശേഷകൻ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലുടനീളം പിതാവിനാൽ അയക്കപ്പെട്ടവൻ എന്നാണ് യേശു സ്വയം ആവർത്തിച്ച് വിശേഷിപ്പിക്കുന്നത്. അയക്കപ്പെട്ടവൻ ക്രിസ്തുവാണെങ്കിൽ സീലോഹ കുളം എന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു നൽകുന്ന കഴിഞ്ഞയാഴ്ച നമ്മൾ ധ്യാനിച്ച ജീവജലമാണ്. അതിനർത്ഥം മനുഷ്യകുലം കാഴ്ചയില്ലാത്ത കളിമണ്ണ് പോലെയാണ്. ആത്മീയ കാഴ്ച ക്രിസ്തുവിലൂടെയാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം വെളിപ്പെടുത്തുന്നത് ദൈവത്തെയും ലോകത്തെയും വ്യക്തമായി കാണാൻ കഴിയാതെ ജനിച്ച യേശു ക്രിസ്തുവിൽ മാമോദീസയിലൂടെ പുനഃസൃഷ്ടിയാകേണ്ട, അവൻ്റെ രക്ഷാകരമായ സമ്മാനമായ സൗഖ്യം സ്വീകരിക്കേണ്ട നാം ഓരോരുത്തരുമാണ് ജന്മന അന്ധനായ മനുഷ്യൻ എന്നതാണ്. ഈ അത്ഭുതം നമ്മെ വെല്ലുവിളിക്കുന്നു. നമ്മുടെ ജീവിതമാകുന്ന കളിമണ്ണിൽ സ്പർശിക്കാൻ നാം ക്രിസ്തുവിനെ അനുവദിക്കാറുണ്ടോ? കണ്ണുകളെ മൂടുന്ന കളിമണ്ണ് പോലെ ദൈവകൃപ ചിലപ്പോൾ നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നതായി തോന്നാം. എങ്കിലും പോയി കഴുകിയ ആ അന്ധനെ പോലെ നാം ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവിടുത്തെ വചനം അനുസരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുന്നു. യഥാർത്ഥ കാഴ്ച നൽകാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. സീലോഹ കുളത്തിലെ കഴുകൽ മാമോദീസായിലൂടെയുള്ള ശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്നു. അതേസമയം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആ പുതിയ സൃഷ്ടിയാകുക എന്നത് മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ ഒരു തുടക്കം മാത്രമാണ്. സൗഖ്യം ലഭിച്ചതിന് ശേഷം അന്ധൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്
അത്ര രസകരമായ കാര്യങ്ങളല്ല. അവന് ചുറ്റുമുള്ളവർ അവനെ സംശയിക്കുന്നു. ചിലർ പറയുന്നു ഇവൻ പഴയ മനുഷ്യൻ തന്നെയാണ്. അതേസമയം മറ്റു ചിലർ പഴയ മനുഷ്യനെപ്പോലെ ഇരിക്കുന്നതാണെന്ന് പറയുന്നു. ഈ സംശയം യഥാർത്ഥത്തിൽ നമ്മെ വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ്. മാമോദീസ സ്വീകരിച്ച ഒരാൾ പഴയ മനുഷ്യനാണോ അതോ വ്യത്യസ്തനാണോ? മാമോദീസ സ്വീകരിക്കുന്ന ഒരാൾ നവസൃഷ്ടിയാണ്, അതേസമയം പഴയ മനുഷ്യൻ തന്നെയാണ്. ഇവിടെ അന്ധൻ്റെ മറുപടി കൂടെ ശ്രദ്ധിക്കുക. വളരെ സൂക്ഷ്മമായ ഒരു നിരീക്ഷണമാണത്. അതായത് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിനെ കൂടാതെ അത് ഞാൻ തന്നെ എന്ന് പറയുന്ന ഒരേ ഒരു വ്യക്തി ഈ അന്ധനായ മനുഷ്യനാണ്. അതിലൊരു ദൈവിക രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മോശയ്ക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തത് ഞാൻ ആകുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ആകുന്നു എന്ന അന്ധൻ്റെ മറുപടിയിലൂടെ വെളിവാകുന്നത് മാമോദീസ സ്വീകരിക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ദൈവപ്രകൃതിയിൽ പങ്കുകാരാകുന്നു എന്നാണ്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ നമ്മൾ ദൈവമക്കളായിത്തീരുന്നു, വിശുദ്ധരായിത്തീരുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സഭയിലെ അംഗങ്ങളെ അഭിസംബോധന ചെയ്തപ്പോഴൊക്കെ വിശുദ്ധരെ എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്തിരുന്നത് പോലും. അതിനാൽ വിശുദ്ധി എന്നത് നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നല്ല, മറിച്ച് നഷ്ടമാകാതെ കാത്തു പരിപാലിക്കേണ്ട ഒന്നാണ്. വീണ്ടും സുവിശേഷം ശ്രദ്ധിക്കുക. കാഴ്ച ലഭിച്ച ഈ മനുഷ്യന് തനിക്ക് കാഴ്ച നൽകിയവൻ ആരാണ്, എവിടെയാണ് എന്ന് ഒരു ഉത്തമ ബോധ്യമില്ല. യേശുവിനെ പറ്റി എന്തൊക്കെയോ അവനറിയാം. അവൻ ആദ്യമായി തനിക്ക് കാഴ്ച തന്നത് യേശു എന്ന് മാത്രമാണ് പറയുന്നത്, പിന്നീട് ഒരു പ്രവാചകനെന്ന്. എന്നാൽ അവസാനം അവൻ യേശുവിനെ യഥാർത്ഥത്തിൽ കർത്താവായി തിരിച്ചറിയുകയും ആരാധിക്കുകയും ചെയ്യുന്നു. സമാനമാണ് നമ്മുടെ സ്ഥിതി. ശിശുവായിരിക്കുമ്പോൾ മാമോദീസ സ്വീകരിക്കുകയും പതിയെ പതിയെ ആരാണ് ക്രിസ്തു എന്നുള്ള അറിവിലേക്ക് നമ്മൾ നടന്നെടുക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം ഓരോ ക്രിസ്ത്യാനിയുടെയും യാത്രയെ വിവരിക്കുകയാണ്. ആ അന്ധനെ പോലെ നാം അന്ധകാരത്തിൽ ആരംഭിക്കുന്നു. ക്രിസ്തു തൻ്റെ കൃപയാൽ നമ്മെ സ്പർശിക്കുന്നു. മാമോദീസായിൽ നാം കഴുകപ്പെടുന്നു. നമ്മുടെ വിശ്വാസം പടിപടിയായി വളരുന്നു. നാം ക്രിസ്തുവിനെ കർത്താവായി ഏറ്റുപറയുന്നു. അതിനാൽ ക്രിസ്തീയ ജീവിതമെന്നത് അന്ധതയിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള ഒരു പ്രയാണമാണ്. എന്നാൽ ഈ വളർച്ച സുഖകരവും സമാധാനപരവുമായ രീതിയിലല്ല അവനിൽ സംഭവിച്ചത്. മറിച്ച് അവൻ നേരിട്ട ചോദ്യങ്ങളും വെല്ലുവിളികളും നിമിത്തമാണ് വിശ്വാസത്തിൽ അവൻ്റെ വളർച്ച സംഭവിച്ചത്. ആ വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യം ഉള്ളതുകൊണ്ടാണ് അവൻ വിശ്വാസത്തിൽ വളർന്നത്. തനിക്കറിയാത്തത് അദ്ദേഹം അംഗീകരിച്ചു. അതേസമയം തനിക്കറിയാവുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിന്നു. മറ്റുള്ളവരാൽ വെല്ലുവിളിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഈ പ്രക്രിയയിലൂടെ അവൻ യഥാർത്ഥത്തിൽ യേശുവിനെക്കുറിച്ച് പഠിക്കുകയും ശക്തനായ ഒരു ശിഷ്യനാവുകയും ചെയ്തു. നമുക്കും ഇതൊരു പാഠമാണ്. ഒരു ശിഷ്യനായിരിക്കുക എന്നത് നമ്മുടെ ജീവിതം എളുപ്പമാക്കണമെന്നില്ല. പലപ്പോഴും അത് അർത്ഥമാക്കുന്നത് വിശ്വാസത്തിൻ്റെ ഒരു നിലപാട് സ്വീകരിക്കാനും നമ്മുടെ സംഭാഷണങ്ങളിലും യേശുവിനെ പ്രതിരോധിക്കാനും നാം വിളിക്കപ്പെടുന്നു എന്നാണ്. പ്രത്യേകിച്ച് നാം വെല്ലുവിളിക്കപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോൾ ആ നിമിഷങ്ങളെ നാം ലജ്ജിക്കേണ്ട വിഷമകരമായ സാഹചര്യങ്ങളായി കാണുന്നതിനു പകരം നമ്മുടെ ജീവിതത്തിലെ കർത്താവിൻ്റെ സാന്നിധ്യത്തിനും പ്രവർത്തനത്തിനും സാക്ഷ്യം വഹിക്കാനും ആ സാക്ഷ്യത്തിലൂടെ നമ്മുടെ ശിഷ്യത്വത്തിൽ വളരാനുമുള്ള അവസരങ്ങളായി നാം അവയെ കാണണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം ജീവിതത്തെ എളുപ്പമാക്കണമെന്നില്ല. ഒരു ശിഷ്യനായിരിക്കുക എന്നത് യഥാർത്ഥത്തിൽ ജീവിതം കൂടുതൽ ദുഷ്കരമാക്കും. പ്രതിബദ്ധതയുള്ള ഒരു ശിഷ്യൻ എന്ന നിലയിൽ നാം കർത്താവിനോട് പ്രതികരിക്കുമ്പോൾ ചില ആളുകൾക്ക് ദേഷ്യമോ രോഷമോ നിരാശയോ ഞെട്ടലോ ഉണ്ടാകാറുണ്ട്. ജന്മന അന്ധനായ മനുഷ്യൻ്റെ കാര്യത്തിൽ തീർച്ചയായും അത് സത്യമായിരുന്നു. എന്നിട്ടും അവൻ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അതിനാൽ സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങൾ അനുസ്മരിക്കുന്ന ഈ കാലയളവിൽ അവിടുന്ന് എന്തിനു വന്നു, എന്തിനു വേണ്ടി സഹിച്ചു, മരിച്ചു, ഉദ്ധാനം ചെയ്തു എന്നും അവിടുന്ന് നേടുത്തുന്ന രക്ഷയുടെ ആഴം എത്രമാത്രമാണെന്നും കൂദാശകൾ എന്തുമാത്രം നമുക്ക് ആവശ്യമുണ്ടെന്നും ചിന്തിക്കാം. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.